Good morning everyone. Today we are going to discuss about planar chromatography. So planar chromatography is a chromatography on a plane surface. They include paper chromatography and thin layer chromatography. So planar chromatography എന്ന് പറയുന്ന ക്ലാസ്സിൽ രണ്ട് ടൈപ്പ് chromatographic techniques അവൈലബിൾ ആണ്. ഒന്ന് പേപ്പർ chromatography, രണ്ടാമത്തത് thin layer chromatography. So what is paper chromatography? It is a special case of liquid partition chromatography. So solid mobile phase stationary phase രണ്ടും ലിക്വിഡിലാണ്. Okay, stationary phase is a film of liquid adsorbed on a paper made of cellulose. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ അഡ്സോർബൻ്റ് ആയിട്ട് സെല്ലുലോസ് ഉണ്ട്. അതിനെന്ത് ചെയ്യുക? അതിനെ വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു യൂണിമോളിക്കുലാർ ലെയർ ഓഫ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ വാട്ട് വി കോൾ സ്റ്റേഷനറി ഫേസ്. ദ മൊബൈൽ ഫേസ് ഈസ് അനദർ ലിക്വിഡ് മൂവിങ് ഓവർ ദി സ്റ്റേഷനറി ഫേസ്. Then the principle involved is the partitioning of components between the two liquid phases. The separation arises due to differential migration of components. So here the components are separated as a result of differential migration of components between two immiscible liquids. So ഇതിൻ്റെ മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിലൊരു സ്യൂട്ടബിൾ സോൾവെൻ്റ് ഉണ്ടായിരിക്കും. ആ സ്യൂട്ടബിൾ സോൾവെൻറ്റിലേക്ക് സെല്ലുലോസ്, പൊതുവേ സെല്ലുലോസിന് നമ്മൾ എടുക്കാറ് പേപ്പറാണ്, ബിക്കോസ് പേപ്പർ ഈസ് മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സോ ക്രോമറ്റോഗ്രാഫിക് പേപ്പറാണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് അതിനെ പേപ്പർ ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. സോ സെല്ലുലോസ് ആണ് പേപ്പറിൻ്റെ കോൺസ്റ്റുവൻസ്. സോ സെല്ലുലോസ് ആണ് പേപ്പറിൽ അഡ്സോർബൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. സോ ആ പേപ്പറാണ് നമ്മളിവിടെ ഹാങ് ചെയ്തത്. So this is the paper. So this is the paper. Okay, so we have a suitable solvent. Then through capillary rise, the solvent rises through the paper. Okay, then it reaches a maximum distance, that is called the solvent front. So maximum distance traveled by the solvent through the chromatographic plate or chromatographic paper is considered as solvent front. So വാട്ടർ ഇങ്ങനെ കാപ്പിലറി റൈസ് വഴി ഈ പേപ്പറിലൂടെ ഇങ്ങനെ റൈസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ലിക്വിഡ് കാപ്പിലറി റൈസ് വഴി ഈ പേപ്പറിലൂടെ ഇങ്ങനെ റൈസ് ചെയ്യാൻ തുടങ്ങും. സോ മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി സോൾവെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സോൾവെൻറ്റ് ഫ്രണ്ട്. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ഈ സോൾവെൻറ്റിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ കമ്പണൻസുകളും അതിൻ്റെ കൂട്ടത്തിൽ റൈസ് ചെയ്യും. അങ്ങനെ റൈസ് ചെയ്യുമ്പോൾ ഓരോ കമ്പണൻസിനും ഡിഫറെൻറ്റ് ടെൻഡൻസി ആയിരിക്കും ടുവേർഡ്സ് ദി സ്റ്റേഷനറി ഫേസ്. ഓക്കെ, ഡിഫറെൻറ്റ് ടെൻഡൻസി ആയിരിക്കും, ഡിഫറെൻറ്റ് പാർട്ടീഷൻ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ടുവേർഡ്സ് ദി സ്റ്റേഷനറി ഫേസ്. അതുകൊണ്ട് അതെന്ത് ചെയ്യും, അത് ഓരോ കമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് കളറുകളിലുള്ള കമ്പണൻസ് കിട്ടുന്നത്. ദി അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് എ പേപ്പർ ഹെൽഡ് ഓൺ എ സപ്പോർട്ട്, എ സോൾവെൻറ്റ് ട്രഫ് ആൻഡ് എൻ എയർ ടൈറ്റ് ഗ്ലാസ് സിലിണ്ടർ. The sample solution is spotted near the lower edge of the paper strip. സോ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പേപ്പറിൽ നമ്മൾ ഞാനിപ്പോൾ പോയിൻ്റ് ചെയ്തിട്ടുള്ള ലോവർ എൻഡിൽ നമ്മുടെ സാമ്പിൾ പോയിൻ്റ് ചെയ്യും. ആ പോയിൻ്റ് ചെയ്തിട്ട് ആ സാമ്പിള് നമ്മൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യൽ. ഇൻസ്റ്റഡ് നമ്മുടെ കയ്യിൽ സാമ്പിൾ ചിലപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ ഒരു സ്പോട്ട് ഉണ്ടാക്കും. സാമ്പിൾ ഒഴിച്ചിട്ട് ഒരു തുള്ളി സാമ്പിൾ ഒഴിച്ചിട്ടൊരു സ്പോട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ പേപ്പറാണ് നമ്മൾ ഈ സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്യുക. അപ്പോൾ എന്താ എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. സാമ്പിൾ മൊത്തം നമ്മൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പേപ്പറിലൊരു സ്പോട്ട് സാമ്പിൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു. എന്നിട്ട് പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഡിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് എൻഡ് മാത്രം, അതിൻ്റെ ഒരു ലാസ്റ്റ് ടെർമിനൽ മാത്രം ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. capillary rise വഴി ലിക്വിഡ് മുകളിലേക്ക് റൈസ് ചെയ്യുന്ന സമയത്ത് the components also
dissolves in the solvent and separated. Okay, then the sample solution is spotted near the lower edge of the paper strip. The paper is suspended in a glass cylinder with its lower end dipping in solvent taken as mobile phase. As the solvent moves up through the paper by capillary action, the components are differentially distributed between two immiscible liquids and separated. Then after leaving it for a while, the paper strip is removed. The solvent front is marked on it and dried. The colored components will appear as colored spots. The position of the colorless components may be determined by spraying the paper with a suitable reagent. ഇപ്പം ഞാനൊക്കെ ചെയ്തിരുന്ന സമയത്ത് നിൻഹൈഡ്രിൻ എന്ന് പറയുന്നൊരു കോമ്പണൻ്റ് ആയിരുന്നു കളറില്ലാത്ത കമ്പണൻസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്പ്രേ ചെയ്യുക, നിൻഹൈഡ്രിൻ. അതുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജൻറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പണൻസിൻ്റെ പൊസിഷൻ, കളറില്ലാത്ത കമ്പണൻസിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ക്രോമറ്റോഗ്രാഫിക് പേപ്പറിലേക്ക് സ്പ്രേ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ, എത്ര കമ്പണൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. സോ എത്ര ഡിഫറെൻറ്റ് കളേർഡ് സ്പോട്ടുകളുണ്ടോ അത്രയും ഡിഫറെൻറ്റ് കമ്പണൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ചെയ്ത സമയത്ത് 4 ഡിഫറെൻറ്റ് സ്പോട്ടുകളാണെങ്കിൽ 4 ഡിഫറെൻറ്റ് കമ്പണൻസ് ഉണ്ടായിരിക്കും. സോ എ കമ്പാരിസൺ ഓഫ് RF വാല്യൂസ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി കമ്പണൻറ്റ്. ഇവിടെ നോക്കിയാൽ റിട്ടൻഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഷോർട്ട്ലി RF വാല്യൂ എന്ന് വിളിക്കും. റിട്ടൻഷൻ ഫാക്ടർ. ഇപ്പോൾ കോളം ക്രോമറ്റോഗ്രാഫിയിൽ നമ്മൾ റിട്ടൻഷൻ ടൈം കണ്ടു. ഇവിടെ റിട്ടൻഷൻ ഫാക്ടർ അഥവാ RF വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളോട് ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക. Then application suitable for separation and identification of sample components present in trace quantities. വളരെ കുറച്ച് ക്വാണ്ടിറ്റീസിൽ വരെ നമുക്കതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പോസിബിൾ ആണ്. യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് കമ്പണൻസ് വിച്ച് ആർ കെമിക്കലി സിമിലർ. ദെൻ യൂസ്ഡ് ടു ഡിറ്റക്ട് ഡ്രഗ്സ് ആൻഡ് ഡോപ്സ് ഇൻ animals and humans. Resolution of isomeric metal complexes. So these are the applications of paper chromatography. Then the second one is thin layer chromatography. So പേപ്പറും തിൻ ലെയറും തമ്മിൽ ആകെ മെറ്റീരിയലിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഉപയോഗിക്കുന്ന അഡ്സോർബൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിയിൽ നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു അഡ്സോർബൻ്റാണ് ഉപയോഗിക്കുക, പേപ്പറിലൊരു പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം പ്രോസസ്സ് സെയിമാണ്. Principle: the stationary phase is a film of liquid adsorbed on a uniform thin layer of adsorbent. ഇവിടെയും നമ്മുടെ സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് തന്നെയാണ്. ദെൻ ദ മൊബൈൽ ഫേസ് ഈസ് ഓൾസോ ലിക്വിഡ്. മൊബൈൽ ഫേസും ലിക്വിഡാണ്. അതൊരു ഇമ്മിസിബിൾ ലിക്വിഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ, സ്റ്റേഷനറി ഫേസുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. സോ മൊബൈൽ ഫേസ് ഒരു ഇമ്മിസിബിൾ ലിക്വിഡ് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റേഷനറി ഫേസ്. സോ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഗ്ലാസ് എന്താ പറയുക മെറ്റീരിയലായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, ഒരു ഗ്ലാസ് സ്ലൈഡ് പോലെ, അഥവാ നമ്മുടെ മൈക്രോസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സ്ലൈഡ് കണ്ടില്ല, അതുപോലത്തെ ഒരു സ്ലൈഡ്, ഗ്ലാസിൻ്റെ ഒരു സ്ലൈഡ് എടുക്കും. ആ സ്ലൈഡിൻ്റെ മുകളിൽ നമ്മൾ സോളിഡ് അഡ്സോർബൻറ്റ് കോട്ട് ചെയ്തിട്ടുണ്ടാകും. ആ സോളിഡ് അഡ്സോർബൻറ്റ് നമ്മൾ വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ച്, അഥവാ ഗ്ലാസ് അടക്കം ഗ്ലാസും സോളിഡ് അഡ്സോർബൻ്റുള്ള ആ ഒരു സാധനം, ആ ഒരു ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യും, വാട്ടറിൽ സോക്ക് ചെയ്യും. വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യുമ്പോൾ ഈ അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ ഒരു യൂണിഫോം ലെയർ, ഒരു സിംഗിൾ ലെയർ ഓഫ് ലിക്വിഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലിക്വിഡാണ് അവിടെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതാണ് ആ പ്ലേറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. സോ എ സ്ലറി ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിങ് അഡ്സോർബൻറ്റ് ആൻഡ് ലിക്വിഡ്. ദ സ്ലറി ഈസ് ദെൻ സ്പ്രെഡ് ഓൺ എ ഫ്ലാറ്റ് ആൻഡ് യൂണിഫോം ഗ്ലാസ് പ്ലേറ്റ്. ദിസ് ഈസ് കോൾഡ് ക്രോമോ പ്ലേറ്റ്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സാമ്പിൾ നമ്മൾ എടുക്കുന്നു. ആ സാമ്പിൾ എടുത്തിട്ട് ഈ ക്രോമറ്റോഗ്രാഫിക് പ്ലേറ്റിൻ്റെ, ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു സ്പോട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ടൊരു സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. കാപ്പിലറി റൈസ് കാരണം ഈ സോൾവെൻ്റ് എന്ത് ചെയ്യും, അത് മുകളിലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ കമ്പണൻസും അതിൽ ഡിസോൾവ് ആയിട്ട് മുകളിലേക്ക് വരും. സോ എത്ര കമ്പണൻസ് ഉണ്ട് അത്രയും സ്പോട്ടുകൾ നമുക്ക് കിട്ടും. കളേർഡ് അല്ലാത്ത കമ്പണൻസിനെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സ്യൂട്ടബിൾ റിയേജൻറ്റുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കും.
ഓക്കെ, ബാക്കി എല്ലാ പ്രോസസ്സും സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഓരോ കമ്പണൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RF വാല്യൂ ഉപയോഗിക്കാം. RF വാല്യൂവിൻ്റെ ചാർട്ട് ഉണ്ടായിരിക്കും. ഓരോ കമ്പണൻറ്റിൻ്റെ RF വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ RF വാല്യൂ വരുന്ന കമ്പണൻറ്റ്സ് ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ആ കമ്പണൻറ്റ്. ഓക്കെ, അപ്ലിക്കേഷൻസ്. They can be used for separation, purification and identification of components present in minute quantities. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് എമൗണ്ട് ഉള്ള സബ്സ്റ്റൻസ് വരെ അനാലിസിസ് പോസിബിൾ ആണ്. യൂസ്ഡ് ഫോർ ദി അനാലിസിസ് ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മിക്സ്ചർ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കലോയിഡ്സ്, യൂസ്ഡ് ടു ചെക്ക് ദി പ്യൂരിറ്റി ഓഫ് സാമ്പിൾസ്, useful in separation and isolation of biochemical preparations, used for the detection of contaminants and adulterants in chemical samples. Then RF value. So രണ്ട് തവണ നമ്മൾ RF വാല്യൂവിനെ കുറിച്ച് പറഞ്ഞു. Then what is RF value? The ratio of distance travelled by a particular component to the distance travelled by the solvent front. So ഒരു കമ്പണൻറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സോൾവൻ്റ് ഫ്രണ്ട് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്. ഈ വാല്യൂവിനാണ് എന്ത് വിളിക്കുക? RF വാല്യൂ എന്ന് വിളിക്കുക. RF വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ സോൾവൻ്റ്, ക്വാണ്ടിറ്റി ഓഫ് മീഡിയം ഓഫ് സെപ്പറേഷൻ, ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്. So that's all about today. We will discuss about gas chromatography in next class. Thank you.